ഈ സിനിമകൾ നിങ്ങൾ കാണണം എന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ സിനിമകൾ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും റെക്കമെൻഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അറപ്പ് തോന്നിയിട്ടുള്ള 3 സിനിമകളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഈ 3 സിനിമയും ഒരൊറ്റ ഫ്രാഞ്ചൈസിലുള്ള സിനിമയാണ്. പക്ഷേ ഈ 3 സിനിമകളും ഒന്നിന്റെ പ്രീക്വലോ സീക്വലോ ഒന്നുമല്ല, ജസ്റ്റ് ആ ഒരു ഫ്രാഞ്ചൈസിലുണ്ടെന്നുള്ളത് മാത്രം. സിനിമകൾ തമ്മിൽ പ്രത്യേകിച്ച് സ്റ്റോറി വൈസ് ഒരു കണക്ഷനും ഇല്ല. ആൻഡ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വയലന്റും ഏറ്റവും ഡിസ്കസ്റ്റിംഗുമായിട്ട് തോന്നിയിട്ടുള്ള 3 സിനിമകളാണ്. സോ നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ വാച്ച് അറ്റ് യുവർ ഓൺ റിസ്ക്. അപ്പോൾ സിനിമകളുടെ ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ സിനിമ ഹ്യൂമൻ സെന്റിപൈഡ്. ഈ സിനിമയുടെ പേര് കേട്ടുന്ന പോലെ തന്നെ ഒരു സെന്റിപൈഡിന്റെ കഥയാണ്. ഈ സെന്റിപൈഡ് എന്ന് പറയുന്നത് ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ഇയാൾ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് 3 പേരെ ചേർത്ത് ഒറ്റ മനുഷ്യനൊക്കെ നോക്കുകയാണ്. തങ്ങൾ സഞ്ചരിച്ച കാർ വഴിയിലായിട്ട് 2 യുവതികൾ ഈ ഡോക്ടറിന്റെ അടുത്ത് അഭയം പ്രാപിക്കുകയാണ്. അപ്പോൾ ഇവരെ 2 പേരെയും മുമ്പുണ്ടായിരുന്ന ഒരു ജപ്പാൻകാരനെയും കൂടെ ചേർത്ത് ഈ സയന്റിസ്റ്റ് തന്റെ ഭ്രാന്തൻ പരീക്ഷണം ആരംഭിക്കുകയാണ്. അതായത് ഈ 3 പേരെയും പരസ്പരം തുന്നിച്ചേർത്ത് ഒറ്റ മനുഷ്യനാക്കുക, ഒരു ഹ്യൂമൻ സെന്റിപൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാളുടെ പരീക്ഷണം. ഇതിന് ഒരാളുടെ വായ മറ്റേയാളുടെ പിറകിലായിട്ട് തുന്നിച്ചേർത്തുകൊണ്ടാണ് ഇയാൾ പരീക്ഷണം നടത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് തരത്തിലുള്ള മൃഗീയതയാണ് ആ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അത്ര ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്ര വയലന്റ് ആയിട്ട്, അത്ര വൾഗറായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഹ്യൂമൻ സെന്റിപൈഡ്. സോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ കാണുക. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഹ്യൂമൻ സെന്റിപൈഡ് 2. ഈ 2 സിനിമകളും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്ഷൻസ് ഒന്നുമില്ല. ഈ ഹ്യൂമൻ സെന്റിപൈഡ് 1 സിനിമ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഇതേ എക്സ്പെരിമെന്റ് പരീക്ഷിക്കുന്നതാണ് ഈ സിനിമ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ഇതിൽ പുള്ളി 12ഓളം ആൾക്കാരെ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് സിനിമയിൽ ഒരു സയന്റിസ്റ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് എക്യുപ്മെന്റ്സും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചാണ് പുള്ളി തന്റെ എക്സ്പെരിമെന്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു സെക്യൂരിറ്റിയാണ്. സോ അയാൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ്സിൽ പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ കൈ കിട്ടുന്ന തുരുമ്പ് പിടിച്ച കത്തിയും കത്രികയും റാപ്പിംഗ് ടേപ്പും ഒക്കെ കൊണ്ടാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ വയലൻസും ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ ഡിസ്കസ്റ്റിംഗുമാണ് സെക്കൻഡ് പാർട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് ലഭിക്കുകയും ചെയ്യും. മൂന്നാമത്തെ സിനിമ ഹ്യൂമൻ സെന്റിപൈഡ് 3. ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള വേറൊരാൾ എക്സ്പെരിമെന്റ് നടത്തുന്നതാണ് മൂന്നാമത്തെ സിനിമ. ഈ മൂന്നാമത്തെ സിനിമയിൽ എക്സ്പെരിമെന്റ് നടത്തുന്നത് ഒരു ജയിൽ വാർഡനാണ്. ഒന്നാം പാർട്ടിലും രണ്ടാം പാർട്ടിലും കണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ജയിൽ വാർഡൻ ചെയ്യുന്നത് വെച്ചാൽ ജയിലിലെ ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിനെയും സെക്കൻഡ് പാർട്ടിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ വയലൻസ് കുറച്ച് കുറവായിട്ട് തോന്നും. കാരണം നമ്മൾ അത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് തമ്മിൽ ഭേദം തുമ്മൻ എന്ന് തോന്നുന്നതാണ്. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള വയലൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 സിനിമകളാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വയലന്റ് സിനിമകൾ, ലോകത്തിലെ ഏറ്റവും ക്രൂരമായ സിനിമകളായിട്ട് എനിക്ക് തോന്നിയത്. ഇനിയും ഇതിലും വയലന്റ് ഒരുപാട് സിനിമകൾ ഉണ്ടാവും. ഞാൻ കണ്ടതിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിലും വയലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്.